കോഴിക്കോടും മലപ്പുറത്തും ഡ്രൈവിംഗ് ടെസ്റ്റ് തൊഴിലാളികൾ നടത്തിയ പ്രതിഷേധം അവസാനിപ്പിച്ചു. സ്ലോട്ട് കിട്ടിയവർക്കെല്ലാം ടെസ്റ്റ് നടത്തണമെന്ന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തിന് പിന്നാലെയായിരുന്നു പ്രതിഷേധം അവസാനിച്ചത്. ചെവായൂരിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് തൊഴിലാളികൾ സമരം നടത്തിയപ്പോൾ മലപ്പുറത്ത് ഉദ്യോഗസ്ഥരുമായി തൊഴിലാളികൾ കയ്യാങ്കളിയിലെത്തി. ഇന്ന് രാവിലെ മുതൽ സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ വൻ പ്രതിഷേധം നടന്നിരുന്നു. ഒരു ദിവസം 50 ഡ്രൈവിംഗ് ടെസ്റ്റ് മാത്രം നടത്തിയാൽ മതിയെന്ന മന്ത്രിയുടെ നിർദ്ദേശമാണ് ടെസ്റ്റിനെത്തിയവരെ വലച്ചത്. ടെസ്റ്റിനുള്ള കേന്ദ്രങ്ങളിൽ ആളുകളെത്തി ഒരുപാട് സമയം കാത്തു നിൽക്കേണ്ടി വന്നു. ദീർഘനേരം കാത്തു നിൽക്കേണ്ടി വന്നതോടെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരും ടെസ്റ്റിനെത്തിയവരും ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കമുണ്ടാവുകയും പ്രതിഷേധത്തിലേക്ക് കടക്കുകയും ചെയ്തത്. ചേവായൂരിൽ സമരത്തിലേക്ക് എത്തിയപ്പോൾ മലപ്പുറം, തിരൂർ എന്നിവിടങ്ങളിൽ ഉദ്യോഗസ്ഥരുമായി ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാർ കയ്യാങ്കളിയിലെത്തി. ഫറൂഖ്, കൊയിലാണ്ടി, കൊടുവള്ളി, പേരാമ്പ്ര എന്നിവിടങ്ങളിൽ ടെസ്റ്റ് നിർത്തിവെച്ചു. ദിനം പ്രതി 50 ടെസ്റ്റാണെങ്കിൽ മുന്നോട്ടു പോവാൻ കഴിയില്ലെന്നായിരുന്നു ഡ്രൈവിംഗ് സ്കൂളുകാർ അറിയിച്ചത്. നൂറുകണക്കിന് ആളുകൾ ടെസ്റ്റിനായി എത്തിയപ്പോഴായിരുന്നു ഉദ്യോഗസ്ഥരുടെ നടപടി. മൈതാനത്ത് ബഹളവും സംഘർഷവും ഉണ്ടായതിനെ തുടർന്ന് മണിക്കൂറുകളോളം ടെസ്റ്റ് നിർത്തിവെച്ചു. പ്രതിഷേധം ശക്തമായതോടെ സ്ലോട്ട് കിട്ടിയവർക്കെല്ലാം ടെസ്റ്റ് നടത്താൻ ഗതാഗത വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായെങ്കിലും തുടർ ദിവസങ്ങളിൽ എങ്ങനെയാകും ടെസ്റ്റ് എന്നത് വ്യക്തമായിട്ടില്ല. ഉദ്യോഗസ്ഥർ മന്ത്രിയെയും, മന്ത്രി തിരിച്ച് ഉദ്യോഗസ്ഥരെയും പഴിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ജനം, കോഴിക്കോട്.